നമസ്കാരം. നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് തുടങ്ങാം. ഒരുപാട് ചിന്തിക്കാനുള്ള കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരുപാട് അനുരണനങ്ങളെ വെളിപ്പെടുത്തുന്ന ചിത്രമാണ്. ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഹൈക്കമാൻഡിനെ കാണാൻ വേണ്ടി വന്നതാണ് രമേശ് ചെന്നിത്തലയും, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും. അവർ ഒരുമിച്ചിരിക്കുമ്പോൾ എടുത്ത സാബൂസ് കറിയാച്ചൻ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ഒരു ചിത്രമാണ്. ഇതിലേക്ക് നമ്മൾ കടക്കുന്നതിന് കാരണം ഇന്നത്തെ കേരള രാഷ്ട്രീയത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന ചിത്രം എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയെ പുറത്തു കടക്കാൻ സഹായിക്കുമോ എന്നുള്ളതാണ് ഈ ചിത്രം ഉന്നയിക്കുന്ന ചോദ്യം. യഥാർത്ഥത്തിൽ ആ ചിത്രം നോക്കൂ. അവിടെ വി ഡി സതീശൻ ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്ത് 2 കസേരയുണ്ട്. ഈ ചിത്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും വി ഡി സതീശൻ അവിടുന്ന് എണീക്കാണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. സതീശൻ അവിടുന്ന് എണീറ്റിട്ട് ആ കസേര മാറ്റാണ്ട് അവിടുന്ന് കസേര നീങ്ങൂല. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ശ്രമം വൃഥാവിലാണ്. രമേശ് ചെന്നിത്തല ആ കസേര നീക്കിയാലും സതീശൻ പ്രതിപക്ഷ നേതാവ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ വെയിറ്റ് താങ്ങി അങ്ങോട്ട് നീക്കാൻ നടക്കില്ല. ഇപ്പുറത്താണെങ്കിൽ വലിയ മേശ ആ ഒരു കസേരയ്ക്ക് ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ചെന്നിത്തലയ്ക്ക് പുറത്തിറങ്ങണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഒന്നുകിൽ പ്രതിപക്ഷ നേതാവ് എണീറ്റിട്ട് ആ കസേര മാറ്റി കൊടുക്കണം, ഇല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എണീറ്റ് അപ്പുറത്തുനിന്നുള്ള ടേബിൾ മാറ്റി കസേര നീക്കണം. അല്ലാതെ ചെന്നിത്തലയ്ക്ക് പുറത്ത് കിടക്കാൻ കഴിയില്ല. ഇത് എന്തിനാണ് ഇപ്പോൾ കാണിച്ചത് എന്ന് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ രസകരമായ കേരള രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു ചിഹ്നമായി, ഈ പ്രതീകമായിട്ട് ഈ കസേര അവിടെ നിൽക്കുകയാണ്. എന്താണ് എന്ന് ഉദ്ദേശിച്ചാൽ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഉത്തരം കിട്ടാത്ത നിരവധി കാര്യങ്ങളുണ്ട്. എങ്കിലും ഞാൻ ആദ്യം നോക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഇനിയിപ്പോൾ അധികം ദിവസങ്ങളൊന്നുമില്ല പ്രഖ്യാപിക്കാൻ വേണ്ടി. ഇപ്പോൾ തന്നെ ഇവർ UDF സ്ഥാനാർത്ഥി ചർച്ചയിലൊക്കെ വളരെ മുന്നിൽ അവർ മുന്നോട്ട് പോയിരുന്നു. 20 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായി. പലയിടത്തും സ്ഥാനാർത്ഥികളെ അനൗദ്യോഗികമായി പ്രചരണത്തിലിറങ്ങി. ഇപ്പോൾ വട്ടിയൂർക്കാവിലൊക്കെ കെ മുരളീധരൻ്റെ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു, പലയിടത്തും ഉണ്ട്. അങ്ങനെയുള്ള നീക്കം അവർ നടത്തിക്കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വിഷയം എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയും പ്രഖ്യാപനവും വി ഡി സതീശൻ നടത്തിയിരുന്നു. അതായത് ഞങ്ങൾ അജണ്ട തീരുമാനിക്കും, ആ അജണ്ടയുടെ പിന്നാലെ ആയിരിക്കും ഭരണപക്ഷം വരിക, അതിൽ നിന്നും തെന്നി മാറാൻ ആരെയും അനുവദിക്കില്ല എന്നാണ് സതീശൻ പറഞ്ഞിരുന്നത്. എന്നാൽ സതീശൻ്റെ ആ പ്രഖ്യാപനത്തിൽ വിശ്വസിച്ച ചെന്നിത്തലയടങ്ങുന്ന കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഒരു കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ ചിത്രത്തിൽ നിന്നും വരുന്നത്. എങ്ങനെയാണ് വി ഡി സതീശൻ്റെ പുതിയുഗ യാത്ര ആരംഭിക്കുമ്പോൾ സതീശനെ ആ മുന്നോട്ട് വെച്ച രീതിയിൽ ഒരു പരിധിവരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. വടക്കേ മലബാറിനെ പ്രത്യേകിച്ചും മറികടക്കുന്ന സമയം വരെ അവരുദ്ദേശിച്ച CPM-ൻ്റെ ആൻറ്റി മുസ്ലിം മുഖം എന്ന നിലയിലുള്ള നറേറ്റീവ്സ് അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർ ശ്രമിച്ചിരുന്നു. സർക്കാരിൻ്റെ വികസന ഭരണ കാര്യങ്ങൾ ചർച്ച ചെയ്യിക്കാതിരിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ച അജണ്ടയിൽ. നമ്മൾ കുടുങ്ങില്ല, നിങ്ങൾ ഇടുന്ന വലയിൽ ഞങ്ങൾ വീഴില്ല എന്ന് പറയാനുള്ള കാര്യം. എന്നാൽ LDF ഒരു മധ്യ കേരളം പുതിയുഗ യാത്ര കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മറിയുകയാണ്. തിരുവനന്തപുരത്തെത്തുമ്പോൾ സമ്പൂർണ്ണമായി LDF-ൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വലയിലേക്ക് വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് സതീശൻ പറഞ്ഞ ഞങ്ങളുടെ അജണ്ട എന്ന ആ കുരുക്കിൽ പെട്ട് കുടുങ്ങുകയാണ്. ഓരോ ദിവസവും ഇപ്പോൾ ഡൽഹിയിൽ പോയി സ്ഥാനാർത്ഥി ചർച്ചയിൽ പോലും LDF-ൻ്റെ ചർച്ചകളെ ആശ്രയിച്ചിട്ടുള്ള ചർച്ചയിലേക്ക് മാറുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. അതിലേറ്റവും ഒടുവിൽ ഈ വിവര ചോർച്ച, ഡാറ്റ ചോരുന്നു, സ്വകാര്യ ഡാറ്റ ചോരുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി അയച്ച സന്ദേശത്തിൻ്റെ പേരിൽ കോടതി വരെ പോയി ദിവസങ്ങൾ നീണ്ട ഒരു കാര്യം. നമ്മൾ അന്ന് മനോരമ വാർത്ത അടിച്ച ദിവസം അതിൻ്റെ പിന്നാലെ വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല അടക്കം അതിൻ്റെ പിന്നാലെ വാർത്താ സമ്മേളനം വിളിച്ച ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് വലിയ കുരുക്കിലേക്ക് പോകും എന്ന്. 5 വർഷം മുമ്പ് സമാനമായ അവസ്ഥയിലൂടെ കടന്നു വന്നിരുന്നു. റേഷൻ കാർഡ് വിവരം ചോർത്തി, മറ്റേ ചോർത്തി, ലക്ഷങ്ങൾ കൊള്ള എന്നൊക്കെ പറഞ്ഞുള്ള വ്യാജ നറേറ്റീവുകളാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. സമാനമായ ആ പത്രവാർത്ത അടിച്ച ദിവസവും അതിൻ്റെ ശേഷമുള്ള വിവാദങ്ങളെക്കുറിച്ച് പറഞ്ഞ ദിവസവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വീഡിയോ കണ്ട ആൾക്ക്. ഇന്ന് അതേ അവസ്ഥയിലേക്ക് അവരെത്തി. അന്ന് നമ്മൾ എവിടെ പറഞ്ഞോ അവിടെ എത്തി. ഹൈക്കോടതിയിൽ നിന്ന് ഇത് സംബന്ധിച്ച വിചാരണയും പരാതിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വിധി വന്നിരിക്കുന്നു. സർക്കാരിൻ്റെ സൽഭരണത്തിനുള്ള തെളിവായിട്ടാണ് ഇതെടുക്കുന്നത്. ഒരു കാര്യമില്ലാതെ സർക്കാരിന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ എന്താ സ്ഥിതി? ആ കുരുക്കിൽപ്പെട്ട ഒന്നാമത്തെ കുരുക്കാണ് ഞാൻ പറയുന്നത്. ഈ വീഡിയോയിൽ കുറേ കുരുക്കുകളുണ്ട്. ഒന്നാമത്തെ കുരുക്കാണ് ഞാൻ പറയുന്നത്. ആ കുരുക്കിൽപ്പെട്ട് അതിൻ്റെ പിന്നാലെ പോകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ. ഈ സന്ദേശം ഇനി വീണ്ടും അയക്കുമല്ലോ സർക്കാർ. ഇനിയിപ്പോൾ കോടതിയുടെ ഇതുകൂടി കിട്ടുന്ന തുരിതരാ സന്ദേശം വരാൻ സാധ്യതയുണ്ട്. എല്ലാ മേന്മകളും ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ലൈസൻസ് കിട്ടിയുകൊണ്ട് സർക്കാരിന് തുരിതര അയക്കാൻ സാധ്യതയുണ്ട്. അവർ അതിൻ്റെ പബ്ലിക് റിലേഷൻ സാധ്യത അവർ ഉപയോഗിക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്തു. ഇനി തുരിതര സന്ദേശം അയക്കാനുള്ള, നേരത്തെ ആണെങ്കിൽ ആ ഒരു സന്ദേശത്തോടെ അവസാനിച്ചേനെ. ഇനി തുരിതര DA മറ്റേ മേന്മകളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള സന്ദേശങ്ങൾ ഇനി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് പ്രതിപക്ഷം കോടതിയിൽ പോയി അവർക്ക് വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് പ്രധാനപ്പെട്ട കാര്യം, ഇനിയും ഇതിൻ്റെ പിന്നാലെ പോകാനാണത്രേ UDF-ൻ്റെ തീരുമാനം. ഉദാഹരണത്തിന് UDF-ൻ്റെ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ അടുത്ത ക്യാമ്പയിൻ നോക്കുക. ഇന്നത്തെ മനോരമയിലുണ്ട്, വാട്സാപ്പിന് റിപ്പോർട്ട് ചെയ്യാൻ UDF, ഇങ്ങോട്ട് വേണ്ട സർക്കാരിൻ്റെ സന്ദേശത്തിനെതിരെ ക്യാമ്പയിൻ. എന്താണ് സർക്കാരിൻ്റെ സന്ദേശത്തിനെതിരെ, പ്രചരണ സന്ദേശത്തിനെതിരെ വാട്സപ്പിന് റിപ്പോർട്ട് ചെയ്യാനുള്ള ക്യാമ്പയിനുമായി UDF അനുകൂല സർവീസ് സംഘടനകൾ. ഇങ്ങോട്ട് വേണ്ട എന്നാണ് ക്യാമ്പയിൻ്റെ പേര്. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടായതിനാൽ സർക്കാർ വീണ്ടും പ്രചരണ സന്ദേശം അയക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ക്യാമ്പയിന് തുടക്കമിട്ടത്. ഇനി സന്ദേശം എത്തിയാൽ അത് തുറന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ആക്ഷൻ കൗൺസിൽ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒട്ടേറെ പേർ റിപ്പോർട്ട് ചെയ്താൽ സന്ദേശം അയച്ച അക്കൗണ്ട് വാട്സപ്പ് നിരോധിക്കാൻ സാധ്യതയുണ്ടെന്ന് കൂടി ലക്ഷ്യമിട്ടാണ് UDF സംഘടനകളുടെ നീക്കം. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിച്ചെങ്കിലും ഇതുവരെ സർക്കാർ പ്രചരണ സന്ദേശം അയച്ചു തുടങ്ങിയിട്ടില്ല. വ്യക്തികളുടെ സ്വകാര്യത മൗലികാവകാശമാണെന്നും ഒക്കെയുള്ള കടന്നുകയറ്റം, ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് സംഘടനയുടെ നിലപാടുമുണ്ട്. പക്ഷേ ആത്യന്തികമായി ഇവർ കാത്തിരിക്കുകയാണ്. എന്തിനാ? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കാത്തിരിക്കുകയാണ്. എന്താണ് പ്രചരണം? സർക്കാർ ഒരു സന്ദേശം അയക്കും, അത് ശരിയല്ല എന്ന് പറയലാണ് പ്രചരണം. ഇങ്ങനെയുള്ള പിന്നാലെ കൂടെ, അതായത് അജണ്ട നമ്മൾ നിശ്ചയിക്കുമെന്ന് പറഞ്ഞവർ പ്രധാനമായി ഇപ്പം ചെയ്യുന്നത് അവരുടെ അജണ്ട ശരിയല്ല എന്ന് പറയുന്ന പരിപാടിയിലേക്കാണ്. നമ്മൾ എന്താണ് എന്ന് സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാനും നിരന്തരമായി, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ജനവിരുദ്ധ നടപടികളെ പൊളിച്ചു കൊടുക്കുകയും ചെയ്യുകയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷം ചെയ്യേണ്ടത്. എന്നാൽ ഇപ്പം ചെയ്യുന്നത് സർക്കാർ ഒരു കാര്യം ചെയ്യും, അത് ഇതിൻ്റെ പിന്നാലെ പോയി അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, ഇന്നലെ LDF സമാന സംഭവം, പിന്നാലെ പോകുന്ന അജണ്ട അവർ നിശ്ചയിക്കും, അതിൻ്റെ പിന്നാലെ നമ്മൾ പോവാണ്. സതീശനിട്ട കുരുക്കാണ്, അതിൽ വിശ്വസിച്ച് തന്നെയാണ് ചെന്നിത്തലയും കൂട്ടരും. അവിടുന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി ഇപ്പം. അതാണ് രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത്. LDFൻ്റെ പ്രചരണ മുദ്രാവാക്യം ഇന്നലെ പുറത്തിറക്കി. മറ്റാരുണ്ട് LDF അല്ലാതെ എന്നാണ് അവരുടെ പ്രചരണ സന്ദേശം, മുദ്രാവാക്യം. മുമ്പൊക്കെ നിങ്ങൾക്കറിയാലോ, എല്ലാം ശരിയാക്കി തരാം, എന്താ അങ്ങനെ. അതിന് ശേഷം പിന്നീട് ഉറപ്പാണ് LDF എന്നൊക്കെ പറഞ്ഞ പ്രചരണ സന്ദേശത്തിൻ്റെ തുടർച്ചയായി മറ്റാരുണ്ട് LDF അല്ലാതെ എന്നാണ് അവരുദ്ദേശിക്കുന്നത്. ഈ സംസ്ഥാന സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളിലെത്തിക്കുക, ഒറ്റ വാക്കിൽ ഇത് ചെയ്യാൻ ഞങ്ങളാണ്, വേറെ ആരുമില്ല. താരതമ്യത്തിന് തന്നെയാണ് എന്ന് പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി അവമാനിക്കുന്ന പോലെയുള്ള എന്ന് വ്യാഖ്യാനിക്കാവുന്നതിൽ മറ്റാരുണ്ട് LDF അല്ലാതെ എന്നുള്ളത് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഉമ്മൻചാണ്ടി ഇല്ല എന്നാണ് ഈ പറയുന്നത്, ഉമ്മൻചാണ്ടി മരിച്ചുപോയി, ഉമ്മൻചാണ്ടി അവമാനിക്കുകയാണ് എന്ന് വേണമെങ്കിൽ അവർ മറ്റേ ഇരുണ്ട കാലം പറഞ്ഞ പോലെ പറയാവുന്ന കാര്യമാണ്. ഇത് വന്നു LDF ഇത് വന്ന ഉടനെ UDFകാർ മൊത്തം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്താണ് ഈ സ്ലോഗൻ എടുത്തിട്ട് അതിൻ്റെ ടൈറ്റിലൊക്കെ മാറ്റിയിട്ട് മറ്റാരുണ്ട് LDF അല്ലാതെ. ഇവർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ആരോപണങ്ങൾ, ഈ പൊളിഞ്ഞുപോയതടക്കമുള്ള മറ്റേ AI ക്യാമറ, ഈ പ്രചരണ സന്ദേശം, ഡാറ്റ ചോർച്ച, ഇങ്ങനെയൊക്കെയുള്ള കാര്യം, ശബരിമല അയ്യപ്പ സംഗമം, ശബരിമല സ്വർണ്ണക്കൊള്ള, ഇതൊക്കെ വെച്ചിട്ട് അവർ ഓരോ കാർഡ് ഉണ്ടാക്കിയിട്ട് എൻ്റെ മറ്റാരുണ്ട് LDF അല്ലാതെ. ഇത് വലുതായിട്ട് നമ്മൾ ഈ ചിത്രം കാണുമ്പോൾ മറ്റാരുണ്ട് LDF അല്ലാതെ നമ്മൾ മനസ്സ് പതിയും. മറ്റത് പതിഞ്ഞാൽ തന്നെ സംശയം വരും. എന്താണ് ശബരിമല സ്വർണ്ണക്കൊള്ള പറയുമ്പോൾ പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് അടൂർ പ്രകാശും സോണിയാഗാന്ധിയും ഒക്കെയുള്ള കട്ടവനും ഉരുക്കിയവനും സ്വർണ്ണം വാങ്ങിയവനും ഒക്കെ ഒത്തിട്ടുള്ള ചിത്രം ഓർമ്മ വരും. ഇതുപോലെ ഓരോന്നും ഡാറ്റ ചോർച്ച ചെയ്യേണ്ട വരുമ്പോൾ മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് പറയുമ്പോൾ കോടതിയിൽ നിന്ന് ഡാറ്റ ചോർച്ചയെ അഭിനന്ദിച്ച കാര്യം ഓർമ്മ വരും. ഓരോന്നും വരും. AI ക്യാമറയിൽ തിരിച്ചടി നേടിയത് ഓർമ്മ വരും. ഇങ്ങനെ പല കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ പോവുകയാണ്. ഈ മുദ്രാവാക്യത്തിൻ്റെ കൂടി പിന്നാലെ ഇവർ പോവുകയാണ്. എന്നിട്ട് വലിയ ബാനറൊക്കെ, അതിന് പകരം ഈ ബാനറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സ്വന്തം എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ VD സതീശൻ തന്നെ പറഞ്ഞു, പുതിയ യാത്ര സമാപിക്കുമ്പം കേരളത്തെക്കുറിച്ച് വലിയ സങ്കല്പങ്ങൾ ഞങ്ങൾ അടിച്ചിറക്കും എന്ന് പറഞ്ഞു. സങ്കല്പം 5 അടിച്ചിറക്കി 5 പൊളിയുന്ന അവസ്ഥയായിരുന്നു. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യം ബസ് യാത്ര എന്നൊക്കെ പറഞ്ഞ് KSRTCയെ പൂട്ടാനാണ്. സൗജന്യ ഇൻഷുറൻസ് ആണെങ്കിൽ കേരളത്തിൽ അത്രയും വലിയ 25 ലക്ഷത്തിന് ഇൻഷുറൻസ് ഒരു കുടുംബത്തിന് വെച്ച് അല്ലെങ്കിൽ ഒരാൾക്ക് വെച്ച് എടുക്കണമെങ്കിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് ആകെ നൽകുന്ന 17,000-ഓളം കോടി രൂപ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിക്ക് എഴുതി കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് അത് പോവുക. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്ത് പൊളിയുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ഇനിയിപ്പോൾ പ്രകടന പത്രികയെക്കുറിച്ചുള്ള ധാരണയെങ്കിലും ആളുകളിലേക്ക് എത്തിക്കണ്ടേ? അതിന് പകരം LDF പറയുന്ന മുദ്രാവാക്യത്തിൻ്റെ പിന്നാലെ പോയിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ്. രണ്ടാമത്തെ അതാണ്. മൂന്നാമത്തേത് 10 വർഷങ്ങൾ എന്ന പ്രചരണമാണ് LDF നടക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് നേതാക്കൾ കൂടി 10 വർഷം 10 അഴിമതി എന്ന് പറഞ്ഞാൽ അതും ഇതന്നെ. ഏത് AI ക്യാമറ, ശബരിമല സ്വർണ്ണക്കൊള്ള, ഇതൊക്കെ പറയുമ്പം വീണ്ടും ഓർമ്മയിലേക്ക് അതൊക്കെ വരികയാണ്. അല്ലാതെ മറ്റ് നിലയിലേക്കുള്ള പ്രചരണത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം വരികയല്ല ചെയ്യുന്നത്. ഇതാണ്. ഇനി ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യമായല്ലോ. സ്ഥാനാർത്ഥി പട്ടികയിൽ ഇപ്പോൾ ഇന്നലെ 20 ആളുകളുടെ കാര്യത്തിൽ തീരുമാനമായെങ്കിലും മറ്റ് പല മണ്ഡലങ്ങളിലും പ്രധാനമായി LDFൻ്റെ ആളുകളെ ആശ്രയിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ വേറൊരു വീഡിയോയിൽ ചർച്ച ചെയ്താണ്. പലരുടെയും കാര്യത്തിൽ തീരുമാനമായി. ആയിഷ പോറ്റി, സുരേഷ് മലമ്പുഴ, കൊട്ടാരക്കര ആയിഷ പോറ്റി മുതൽ പയ്യന്നൂർ കുഞ്ഞികൃഷ്ണൻ വന്നാൽ കുഞ്ഞികൃഷ്ണനെ വരെ സ്വതന്ത്രമായി പിന്തുണക്കാം എന്നുള്ള അവസ്ഥയിലെത്തിയിട്ടുണ്ട്. പക്ഷേ പലയിടത്തും ഇതിൻ്റെ തുടർച്ചയായി തീരുമാനമാവാതെ നിൽക്കുകയാണ് എന്നുള്ളത്. ഇപ്പോൾ
സീറ്റ് ഒഴിച്ചിട്ടാണ് അത്ര സ്ഥാനാർത്ഥി പ്രഖ്യാപനം ടോട്ടൽ നടത്താൻ പോകുന്നത്. എന്തിനാ ജി സുധാകരൻ ഇങ്ങോട്ട് വരുമോ എന്ന് വെച്ചിട്ട്. ജി സുധാകരനാണ് ചിലപ്പോൾ പോകുമായിരിക്കും, മൂപ്പർക്ക് ഇപ്പോൾ മത്സരിക്കാണ്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ്, എന്തായാലും ഒരു സ്ഥാനം ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് മൂപ്പരുടെ പ്രതികരണങ്ങൾ വരുന്നത്. പക്ഷേ UDF ഭരിക്കാൻ പോകുന്നൊരു പാർട്ടി ഒരു മണ്ഡലത്തിൽ സീറ്റിന് വേണ്ടി അവരിൽ നിന്നൊരാൾ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു സ്ഥലത്തല്ല, മറ്റു പല സ്ഥലത്ത് 5-ൽ ചുരുങ്ങാത്ത മണ്ഡലങ്ങളിലാണ് അങ്ങനെ പോകുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം. ഇതുപോലെ ഓരോന്നും ആ നിലയിൽ പ്രചരണ സാധ്യതയെ പോലും പൊളിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഒടുവിൽ ഇന്നലെയാണ് ഗണേഷ് കുമാറിൻ്റെ ഒരു കാര്യം ചർച്ചയിലേക്ക് വന്നത്. രാജിയിലേക്ക് വരെ എത്താമായിരുന്ന ഒരു കാര്യമാണ്. കുടുംബകാര്യം എന്ന മട്ടിലേക്ക് അത് ഒടുവിൽ രണ്ടുപേരും കൂടി തന്നെ പൊതുമധ്യത്തിൽ വന്ന് പറഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ പോലും അതിൽ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടായിരുന്നു. അത് പ്രചരണ വിഷയം, അതായത് രാജിയില്ല എന്ന് തീരുമാനിച്ചാൽ പോലും ഒരു പ്രചരണ വിഷയമായി നിലനിർത്താനുള്ളൊരു സാധ്യത UDFന് മുന്നിൽ ഉണ്ടായിരുന്നു. ധാർമ്മികത വെച്ച് മന്ത്രിയാണ്, പിന്നെ സ്ത്രീപക്ഷ മുദ്രാവാക്യങ്ങളൊക്കെ വെച്ചുകൊണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചത്? UDFൽ നിന്ന് ആദ്യം തലയുയർത്തി നല്ല കുട്ടപ്പനായി പൗഡറൊക്കെ ഇട്ടിട്ട് ഒരാൾ വന്നിട്ട് ഗണേഷിനെ ചീത്ത പറയാൻ വന്ന മുൻനിരയിൽ VD സതീശനൊക്കെ മാർഗം കാണിച്ചുകൊണ്ട് വന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നം എന്ന് അവർ വ്യാഖ്യാനിച്ച ആ കാര്യത്തിനെതിരായി ഉന്നയിക്കുന്ന ഭയങ്കര പ്രശ്നമായിട്ട് ധാർമ്മികമായി രോഷം കൊള്ളുന്ന 3 കഠിന ക്രൂര ബലാത്സംഗത്തിൽ പ്രതിയായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം. സാധാരണ ബലാത്സംഗമൊന്നുമല്ല കേട്ടോ, 3 ബലാത്സംഗങ്ങൾ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള കൊടും കുറ്റകൃത്യങ്ങളായി FIR രേഖപ്പെടുത്തപ്പെട്ട 3 ബലാത്സംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അയാൾ വന്നിട്ട് പറയാണ് ഓൻ ചെയ്തത് ശരിയല്ല, അയാൾ രാജിവെക്കണം, എന്താ അറസ്റ്റ് ചെയ്യാമെന്ന് ചോദിക്കുകയാണ്. അതോടുകൂടി UDFൻ്റെ ധാർമ്മികതയെ മുഴുവൻ ഒലിച്ച് പോകുന്ന സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു നടപടിയായിപ്പോയി. അതുപോലും നശിപ്പിച്ചു കളഞ്ഞു. ഇങ്ങനെയാണ് പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതെങ്കിൽ കുറേ കഷ്ടമായിരിക്കും കാര്യങ്ങൾ. ഭരണം പിടിക്കേണ്ട പാർട്ടി എന്നുള്ള നിലയിലുള്ള ദീർഘകാല കാഴ്ചപ്പാട്, ദീർഘദൃഷ്ടി, ഒപ്പം തന്നെ ജനങ്ങളോട് എന്താണ് പറയുക എന്നുള്ളതിൻ്റെ ഒരു പ്ലാൻ, ഇതൊന്നുമില്ലാതെ ഓരോന്നും ഈ സർക്കാർ അല്ലെങ്കിൽ LDF മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോകുന്ന ആളുകളായി മാറിയിട്ട് കാര്യമില്ല. അതിനപ്പുറത്ത് സ്വന്തമായ അജണ്ട സെറ്റ് ചെയ്യുക എന്ന് സതീശൻ പറഞ്ഞാൽ കറക്റ്റാണ്. ഞങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുക, അതിൻ്റെ പിന്നാലെ LDF സാധാരണ എങ്ങനെയാണല്ലോ ഒരു 5 കൊല്ലം കഴിഞ്ഞ് ഭരണം മാറുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് പിന്നാലെ വിശദീകരണവുമായി ഭരണപക്ഷം പോകുന്ന ഒരു കാഴ്ചയാണ് കേരളമടക്കം ഓരോ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ കാണാറുള്ളത്. ഇവിടെ ഇപ്പോൾ 5 കൊല്ലം കഴിഞ്ഞു, 10 കൊല്ലം കഴിഞ്ഞിട്ട് എന്താണ് സ്ഥിതി? അവർ പറയുന്നത് വിശദീകരണവുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിലേക്ക് പ്രതിപക്ഷം പോയി എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്, ഞങ്ങൾ ഒരു അജണ്ട സൃഷ്ടിക്കും എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അത് കാണണമല്ലോ, എൻ്റെ കാലത്ത് ഇതൊന്നും നടക്കാൻ പറ്റിയില്ല, അപ്പോൾ സതീശൻ അത് നടപ്പാക്കും എന്ന് പറഞ്ഞ് വിശ്വസിച്ച് കൂടെ നിന്ന് രമേശ് ചെന്നിത്തലയും കോൺഗ്രസിൻ്റെ നേതാക്കളും ഇതുപോലെ കുരുങ്ങിയിരിക്കുകയാണ്. അതിനെ തുറന്നിനി ഈ കസേരയുടെ ഇടയിൽ നിന്ന് VD സതീശൻ ഈ സ്വന്തം അജണ്ട എന്ന് പ്രഖ്യാപിച്ച സാധനത്തിലേക്ക് എങ്ങനെയാണ് പാർട്ടിയെ തുറന്നു വിടുക എന്നുള്ള സംശയം അല്ലെങ്കിൽ ആകാംക്ഷ ഇപ്പോഴും ബാക്കിയുണ്ട്. ഇതുവരെ അതിന് പറ്റിയിട്ടില്ല, ഇനി പറ്റും എന്ന് നമുക്ക് വിചാരിക്കാം. സതീശൻ എണീക്കാണ്ട് അവിടെ നിന്ന് പിന്നെ ചെന്നിത്തലക്ക് പുറത്ത് കിടക്കാനും പറ്റില്ല, പാർട്ടിക്കും പുറത്ത് കിടക്കാൻ പറ്റില്ല. അതിനിടയിൽ കെ സുധാകരനെ പോലെ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ആളുകളെ നിയന്ത്രിക്കാൻ മറ്റൊരു വഴിയിലും കൂടി സതീശൻ ഇതുപോലെ അവിടെയാണ്. ഇപ്പോൾ സുധാകരൻ്റെ അടുത്താണ് ഇതുപോലെ കസേര വെച്ചിരുന്നെങ്കിൽ നമുക്ക് കൊള്ളാം എന്ന് പറയാം. കാരണം സുധാകരൻ അവിടെ നിൽക്കുന്നതാണ് ഇപ്പോൾ അവർക്ക് പാർട്ടിക്ക് നല്ലത്. വെറുതെ അവിടെ ഇവിടെ പോയിട്ട് ഓരോന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കെ സുധാകരനെ. പക്ഷേ ചെന്നിത്തലയും പാർട്ടിയുമാണ് കുടുക്കിയിരിക്കുന്നത് സതീശൻ. അതിൽ നിന്ന് തുറന്നു വിടാനുള്ള എല്ലാ കരുത്തും നേടാനാകട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.